ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിനെതിരെ മികച്ച വിജയം കൈവരിച്ച അബിൻ വർക്കിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് വിമാനത്താവളം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ നിലനിന്ന മണ്ഡലമാണ്. അത്തരത്തിലുള്ള കാര്യം എന്താണ് പറയുന്നത്? അല്ല, ആറന്മുള മണ്ഡലത്തിലെ വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന സെമിനാർ, അത് വിഷൻ ആറന്മുള 2050 എന്ന് പേരിട്ടിരിക്കുന്ന വികസന സെമിനാർ നടത്തും. തദ്ദേശ സ്ഥാപനങ്ങളും MP-യും MLA-യും ഒക്കെ സഹകരിച്ചുകൊണ്ടായിരിക്കും അത് നടത്താൻ പോകുന്നത്. ഈ ആറന്മുള മണ്ഡലത്തെ എങ്ങനെ ഒരു 2050 ആണ്ടിലേക്ക് സ്വപ്നം കാണാമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനകത്ത് വിമാനത്താവളത്തിന്റെ ചർച്ച വന്നാൽ അത് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ റെയിൽവേ ചർച്ച വന്നാൽ അത് ചെയ്യും, ഇനി മറ്റെന്ത് ചർച്ച വന്നാലും അത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി ആ വിഷൻ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും MLA-യും സർക്കാരും പ്രവർത്തിക്കാൻ പോകുന്നത്. ഇത്തരത്തിലൊരു വിമാനത്താവളം വേണം എന്നാണോ ആറന്മുളയിൽ? അല്ല, അങ്ങനെയല്ല. ഒരു വിമാനത്താവളം ഒരു നാട്ടിൽ വരുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു വിമാനത്താവളം കാരണം ആ നാട്ടിലെ ഒരു ജനങ്ങളും കഷ്ടപ്പെടാനും പാടില്ല. അതാണ് എൻ്റെ പോളിസി. ഒരു നാട്ടിലെ ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളൊരു വികസന പദ്ധതി ഉണ്ടാകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആരെയും കഷ്ടപ്പെടുത്താതെ ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിന് പൂർണ്ണമായ അനുകൂലമാണ്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. പക്ഷെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. കാരണം അതിൻ്റെ സ്റ്റാറ്റസ് നോക്കണം. ഒട്ടേറെ ചർച്ചകളും സമരങ്ങളും ഒക്കെ നടന്നതാണ്. അതിൻ്റെ സ്റ്റാറ്റസ് നോക്കണം. സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് അതിൻ്റെ തീരുമാനങ്ങളെടുക്കും. മാത്രമല്ല, അതൊരു പൈതൃക ഗ്രാമമാണ് ആറന്മുള പോലെ ഒരു മണ്ഡലം. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ ഈ നിയോജകമണ്ഡലത്തിലെ ഒരാളെ പോലും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരൻ്റെ ജീവിതം തുലാസിലാക്കിയിട്ടല്ല യാതൊരു വികസനവും നടത്തേണ്ടത്. പക്ഷേ അതില്ലാതെ എങ്ങനെ നടത്താൻ പറ്റും എന്നതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആർക്കും കുഴപ്പമില്ലാത്തൊരു വികസന പദ്ധതികളാണെങ്കിൽ നടത്താമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അതിനൊക്കെയാണ് നമ്മൾ ഈ വികസന സെമിനാർ. എല്ലാവർക്കും വരാം, എല്ലാവർക്കും ചർച്ച ചെയ്യാം, അവരുടെ സജഷൻസ് പറയാം, അവരുടെ വിമർശനങ്ങൾ പറയാം. ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാവും. അതിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. ഈ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ. 3 പേർക്കും വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ വ്യത്യസ്ത പ്രതിഷേധങ്ങൾ നടത്തുന്നു, അതിന് അനുകൂല പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. എന്ത് തോന്നുന്നു? അല്ല, ഞാൻ ആർക്കെങ്കിലും അനുകൂലമായി പോസ്റ്റ് ഇടുന്നതിനെ സംബന്ധിച്ചോ ഫ്ലെക്സ് ഇടുന്നതിനെ പറ്റിയോ ഒന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല. അപ്പം എനിക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ടാവും. നിങ്ങൾ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുകയോ വാഴ്ത്തിപ്പാടുകയോ ഒക്കെ ചെയ്യാം. അത് ഒക്കെ അവരുടേതായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മറ്റൊരാളെ അറ്റാക്ക് ചെയ്യുന്ന നടപടിയോട് ഞാൻ എതിരാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെക്സ് വലിച്ചുക, ഇതിനൊക്കെ ഞാൻ എതിരാണ്. നിങ്ങൾ എത്രമാത്രം വേണമെങ്കിലും ഏത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച് വേണമെങ്കിലും പുകഴ്ത്തി പറഞ്ഞോളൂ, അവരുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞോളൂ, അതൊക്കെ ചെയ്തോളൂ. പക്ഷേ അവരെ അനാവശ്യമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു നടപടിക്കും അത് നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ആറന്മുള മണ്ഡലത്തിൽ ഉൾപ്പെടെ പട നയിച്ചവൻ നയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ? ഞാൻ ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട്. നിങ്ങൾ ഏത് നേതാക്കന്മാരെ കുറിച്ച് എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ, അവരെക്കുറിച്ച് വാഴ്ത്തി പറഞ്ഞോളൂ, പുകഴ്ത്തി പറഞ്ഞോളൂ. അതൊക്കെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ്. പക്ഷേ ആരെയും അനാവശ്യമായി അറ്റാക്ക് ചെയ്യരുത്, ആരുടെയും സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടൊന്നും പറയരുത്, ഫ്ലെക്സ് കീറാൻ പോകരുത് എന്നുള്ളത് മാത്രമാണ് അഭ്യർത്ഥന. മണ്ഡലത്തിൽ വലിയൊരു വിജയമാണ് കൈവരിച്ചത്. ആശംസകൾ. നിങ്ങൾ അമൃത ചാനലും നിങ്ങളും ഒക്കെ നൽകിയ പിന്തുണയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നൽകിയ എൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. അത്തരത്തിലാണ് ആറന്മുളയെ സംബന്ധിച്ച് വിവിധ വികസന പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. കൃത്യമായൊരു പ്ലാനോടുകൂടി അതൊക്കെ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാമറമാൻ രതീഷ് മടമ്പീശിലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.